الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم التائبون العابدون الهابدون السائحون الراكعون الساجدون الزاجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസിനികൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിക്കണമേ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. നബീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാരുടെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും കപടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
സഹോദരന്മാരെ, സഹോദരിമാരെ, നോമ്പും തഖ്വയും അതുപോലെ തന്നെ തൗഹീദും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ, തൗഹീദിന്റെ ഭവനത്തിൽ നോമ്പ് നോക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലുള്ള സുന്നത്തുകൾ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനും അല്ലാഹു മഹാഭാഗ്യം നൽകി. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ ഈ പള്ളിയുടെ വിഷയം പറഞ്ഞപ്പോൾ അവർ സംസാരിച്ചത് അവർ മൂടുബദ്രിയിൽ നിന്ന് നമ്മുടെ ഈ ഗുരുവാനക്കരെ പോകുന്നതിൻ്റെ ഇടക്ക് ഈ വെഡിന്റെ ഒക്കെ കച്ചവടമുള്ള ആൾക്കാരാണ്. അവർക്ക് ഈ ദുഹർ അല്ലെങ്കിൽ അസർ പോലെയുള്ള സമയങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവര് ഇവിടെ ഒരു അതിന്റെ മധ്യഭാഗത്തായിട്ടൊരു പള്ളി വന്നെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, അത് ചെയ്തവർക്ക്, അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് അവരുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും സ്വദേശത്തും വിദേശത്തുമുള്ള സഹോദരി സഹോദരന്മാർ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ നമുക്കും നമ്മുടെ മക്കൾക്കും പരലോകത്ത് വിജയിക്കുവാൻ വേണ്ടി. പള്ളിയെ പറ്റി പറയുമ്പോൾ അസ്സസ് ബുനിയാനഹു അല തഖ്വ, ഖുബാ മസ്ജിദിന്റെ വിഷയത്തിൽ അല്ലാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഭവനം പടുത്തുയർത്തിയത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്, സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ നമ്മൾ പള്ളി പണിതു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമേ നമ്മുടെ ഉദ്ദേശത്തിൽ വരാവുള്ളൂ, മിനല്ലാഹി വരിദ്വാൻ. ഈ അല്ലാഹുവിന്റെ ഈ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പള്ളിയിൽ നമ്മുടെ ഉദ്ദേശം മിനല്ലാഹി വരിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ്. നിങ്ങൾ നോക്കണം, അല്ലാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചാൽ ലോകമുള്ള ഈ ദുനിയാവിലുള്ള എല്ലാ ആൾക്കാരും, അത് ഏതൊക്കെ ജീവികളുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എതിർക്കാൻ വന്നാൽ, ഏത് ദുനിയാവിലെ മൊത്തത്തിലാണ് റബ്ബിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ തടയാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഇതിന്റെ ഈ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിലുള്ള ആരെങ്കിലും ഈ തൗഹീദ് പള്ളി വന്നതിന്റെ പേരിൽ നമ്മളെ എതിർക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട തഖ്വ നമ്മുടെ ഹൃദയത്തിൽ വേണം. ഈ ദുനിയാവിൽ ആരൊക്കെ എതിർത്താലും മിനല്ലാഹി വരിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് നീ കാക്ഷിക്കുന്നതെങ്കിൽ ആ എതിർപ്പ് കൊണ്ട് ആ എതിർപ്പ് വെറും സീറോ ആയി പോകും, ശൂന്യമായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അല്ലാഹു പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട്. അതിൽ ഒന്നാമത് പറയുന്ന വിഷയം പൊറുക്കലിനെ തേടുന്ന ആൾക്കാര്, അല്ലെങ്കിൽ തൗബ ചെയ്യുന്നവരായിട്ടുള്ള ആൾക്കാർ. ഈ പ്രസിദ്ധമായ റമദാൻ മാസം വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു ചാൻസ് ആണ് തൗബ. അവസാന സമയത്തേക്ക് ചില ആൾക്കാർ മാറ്റിവെക്കും, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. അങ്ങനെയല്ല, പ്രസിദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പശ്ചാത്തപിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ, അൽ ആബിദൂന, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവർ, വൽ ഹാമിദൂന, സ്തുതിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ. ഇതെല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്ക്. പശ്ചാത്തലം അല്ലാഹുവോട്, ആരാധന അല്ലാഹുവോട്, ഹംദ് സ്തുതി അല്ലാഹുവിനോട്. ഈ പദമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വസ്വാഇമീന, നോമ്പ് നോക്കുന്നവർ വേറൊരു ആയത്തിൽ കാണും. ഇവിടെ അസ്സായിഹൂൻ,
ദേശാടനം നടത്തുന്നത്. നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ മക്കളെയൊക്കെ വിട്ടിട്ട് നമ്മൾ യാത്ര ചെയ്യും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ഉമ്മത്തിന്റെ ദേശാടനം എന്ന് പറഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ നോമ്പാണ്. അപ്പൊ നമ്മുടെ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടനം, മറ്റുള്ള ആൾക്കാർ തീർത്ഥാടനം ചെയ്തിട്ട് അവരുടെ ശരീരത്തെ പീഡിപ്പിക്കും. അബൂ മൂസ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒരിക്കലും ഇങ്ങനെ ഈ നല്ല ഘോരമായ വെയിലുള്ള സമയത്ത് നിൽക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതാരാ? അപ്പൊ പറഞ്ഞത് അബൂ മൂസ. എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഒരു നേർച്ചയുണ്ട്, ഇങ്ങനെ വെയിലത്ത് നിന്നുകൊണ്ടുള്ള നേർച്ച. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരുത്സാഹപ്പെടുത്തി, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ ഒരു മുസ്ലിം ചിന്തിക്കുകയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് അജ്മീർ വരെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബിന്റെ തൃപ്തിയല്ലാതെ കൊണ്ട് അങ്ങനെ ഒരു യാത്ര നീ ഉദ്ദേശിച്ചാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നിന്റെ ഈ യാത്ര നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അങ്ങനെ നിന്റെ ശരീരത്തെ നീ ഒരിക്കലും പീഡിപ്പിക്കണ്ട, ബുദ്ധിമുട്ടിക്കണ്ട. അത് നിനക്കുള്ള നോമ്പായിട്ട് നീ കരുതണം. അടുത്ത വിഷയം പറയുന്നത് റുക്കൂ ചെയ്യുന്നവർ, സാജിദൂന സുജൂദ് ചെയ്യുന്നവർ. വീണ്ടും പറയുന്നു അൽ ആമിറൂന ബിൽ മഅറൂഫ്, കൽപ്പിക്കുന്നവർ, ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവർ. നിങ്ങൾ ഇത് ഈ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു വരുന്ന വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ പള്ളി പണിതു. പിന്നീട് നമ്മളിലുള്ള ഒരു കടമയാണ്, നമ്മൾ റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, നോമ്പെടുക്കുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അൽ ആമിറൂന, കൽപ്പിക്കുന്നവര്, ബിൽ മഅറൂഫ്, ഇതിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. നന്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സദാചാരം കൊണ്ട് നമ്മൾ കൽപ്പിക്കണം, ഉപദേശിച്ചു കൊണ്ടിരിക്കണം ജനങ്ങളെ. അതേടൊപ്പം തന്നെ വന്നാഹൂന അനിൽ മുൻകർ, വിരോധിക്കുകയും ചെയ്യണം. ഇതിൽ നിന്ന് ദുരാചാരത്തെ പറ്റി നമ്മൾ വിരോധിക്കുകയും ചെയ്യണം. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ടാണ് ഈ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പടുത്തുയർത്ത ഈ അല്ലാഹുവിന്റെ ഭവനത്തെ ഒരു വിഭാഗം ആൾക്കാർ എതിർക്കുന്നത്. അവര് ഈ ആമിറൂന ബിൽ മഅറൂഫ് എന്ന് പറയുന്ന വിഷയത്തിൽ സദാചാരം കൊണ്ട് കൽപ്പിക്കുക, അതുപോലെ തന്നെ ദുരാചാരത്തെ പറ്റി വിമർശിക്കുക അല്ലെങ്കിൽ വിരോധിക്കുക എന്ന് പറയുന്ന ആ വിഷയം വരുമ്പോൾ അവർ മാറി നിൽക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തം ഈ പറയുന്ന വിഷയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, അതുപോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഉത്സാഹമായിക്കൊണ്ട്, അതുപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. വീണ്ടും പറയുന്ന പരിശുദ്ധ ഖുർആൻ, വൽ ഹാഫിദൂന, കാത്തു സൂക്ഷിക്കുന്നവർ, ലിഹുദൂദില്ലാഹ്, കാത്തു സൂക്ഷിക്കുന്നവർ, അല്ലാഹുവിന്റെ നിയമപരിധികളെ കാത്തു സൂക്ഷിക്കുന്നവർ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമപരിധികളെ, അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വളരെ വിശദീകരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ, വിവാഹം കഴിക്കുന്ന സ്ത്രീകൾക്ക് ആ വിവാഹത്തിന്റെ പവിത്രത എന്താണെന്ന് അറിയില്ല. അതിന്റെ പവിത്രതയെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ നിയമപരിധിയിൽപ്പെട്ട ഒരു കരാറാണ് അവൻ ചെയ്തത്. അതിനുശേഷം പല സ്ഥലത്തും ഇന്ന് കാണുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും നമുക്ക് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ തന്നെ ചില സഹോദരന്മാര് എൽമിന്റെ വിഷയത്തിൽ എൽമ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ള നമ്മുടെ തൗഹീദിലുള്ള ആൾക്കാരെ തന്നെ ജാഹിലായിട്ട് കാണും. വളരെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. അബ്ദുൽ മുബാറക് റഹിമഹുള്ളാഹിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ആ മഹാനവറുകളോട് പറയുകയാണ്, ഞാൻ 30 years 30 വർഷം അദബ് പഠിച്ചു. 30 വർഷം അദബ് പഠിച്ചു, മര്യാദ പഠിച്ചു, വിനയം പഠിച്ചു. 20 വർഷം ഇൽമു പഠിച്ചു. ആകെ 50 വർഷത്തെ പഠനത്തില് 30 വർഷം പഠിച്ചത് മര്യാദ പഠിക്കുക. എന്തിനാ മര്യാദ പഠിക്കുന്നത്? വിനയം പഠിക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ മക്കള് ഒരിക്കലും അവര് നിന്ദ്യരാകുകയോ അവര് അല്ലാഹു ഉയർത്തിക്കൊണ്ടുവന്ന രീതിയിലേക്ക് ഉയർന്നു വരുവാൻ വേണ്ടി. ഇന്ന് ചില സഹോദരന്മാർ, നമ്മുടെ സഹോദരന്മാർ തന്നെ ഇൽമിനെ കുറിച്ച് അഹങ്കാരമായിട്ട് പറയും.
എനിക്ക് ഇൽമുണ്ട് എന്ന അവസ്ഥയിലേക്ക് പറയുന്നു, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഇൽമെടുക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു. എന്നാലോചിച്ചു, നമ്മൾ സ്വഹാബത്തിന്റെ അടുത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും ഇൽമെടുക്കാം എന്ന് പറയുന്നതിന് പകരം വ്യക്തികളിൽ നിന്ന് ഇൽമെടുക്കണം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കണമെങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തഖ്വ ഹാഹുന എന്ന് പറഞ്ഞ തഖ്വ എവിടെ പോയി? അപ്പൊ നമ്മൾ നോമ്പെടുക്കുന്നു, തഖ്വയുടെ വിഷയത്തിൽ എന്തായി? മനുഷ്യന് കിബറുണ്ടായി പോയി. എനിക്ക് ഇൽമുള്ളവനാണ്, എന്നിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കണം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുകയും മറ്റുള്ള ആൾക്കാരെ ജാഹിലികളായിട്ട് തരം താഴ്ത്തുകയും ചെയ്തു. ഇവിടെയാണ് പറയുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നീ സൂക്ഷിക്കണം, അറിയണം, മനസ്സിലാക്കണം. അതിൽ എന്ത് വരാൻ പാടില്ല? കിബർ വരാൻ പാടില്ല, അഹങ്കാരം വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ നോമ്പെടുത്ത് തഖ്വ സമ്പാദിച്ചതിന് ശേഷം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ഈ കിബറും അസൂയയും ഹസദും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ നോമ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ നോമ്പും തഖ്വയും അതുപോലെ തന്നെ നോമ്പും അകന്നു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കും. അവസാനം പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നോമ്പിന്റെ ആശയം അല്ലെങ്കിൽ നോമ്പിന്റെ ഈ വിഷയങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട 5 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ലഅല്ലക്കും തത്തഖൂൻ, ആയത്ത് അവസാനിക്കുന്ന തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടി. അതിനടുത്ത ആയത്ത് 184-ാമത്തെ ആയത്ത് തുടങ്ങുന്ന എങ്ങനെ? അതിന്റെ നോമ്പിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് അറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ. അടുത്ത ആയത്ത് എങ്ങനെ? വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. അടുത്ത ആയത്ത് എങ്ങനെ? ലഅല്ലക്കും യർഷുദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. അടുത്ത ആയത്ത് വീണ്ടും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയിൽ തുടങ്ങി തഖ്വയിൽ അവസാനിക്കുന്നതാണ് നോമ്പിന്റെ ആയത്തുകളെല്ലാം. അതിനിടയ്ക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തഷ്കുറൂൻ എന്നും യർഷുദൂൻ എന്നും. ഇതൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ. ആസിം ഇബ്നു വഈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഉപദ്രവിക്കുക തന്നെയല്ല, ആസിം ഇബ്നു വഈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിഹാസപദങ്ങൾ, അവഹേളിക്കുന്ന രീതിയിൽ പദപ്രയോഗം നടത്തുക. അത്രക്ക് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. നമുക്കറിയാം, ഈ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്ന ആൾക്കാരെ പറ്റി ഈ തഖ്വയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഈ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരെ ഒരു വിഭാഗം ആൾക്കാർ നല്ലത് പറയത്തില്ല. അവിടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്ക് അറിയുമോ? ആസിം ഇബ്നു വഈൽ എന്ന് പറയുന്ന സത്യനിഷേധിയിൽ പോയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല്, അദ്ദേഹം വാ തുറന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും അവഹേളിക്കും. എങ്ങനെ? വളരെ മോശമായ രീതിയിൽ, പരിഹാസം നിറഞ്ഞ ഭാഷയിൽ അവഹേളിക്കും. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. ആരാ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഹിശാം ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഈ ആസിം ഇബ്നു വഈൽ ജാഹിലിയ കാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആസിം ഇബ്നു വഈലിന് ഒരു വസിയത്തുണ്ടായിരുന്നു. എന്താ വസിയത്ത്? നിങ്ങൾ എന്ത് ചെയ്യണം? ആ മക്കളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ 100 അടിമകളെ എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത്, പ്രഭാവ കാലത്ത് അടിമകൾ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അനുവാദമില്ല. ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ യജമാനൻ സമ്മതിക്കണം. അതേപോലെയുള്ള അടിമകളായിട്ടുള്ള, അവൻ എപ്പോ കഴിക്കണമെന്ന് അവന്റെ യജമാനൻ പറയും എന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്നവരാണ് അടിമകൾ. അങ്ങനെയുള്ള 100 അടിമകളെ മോചിപ്പിക്കണമെന്ന് മക്കൾക്ക് വസീയത്ത് കൊടുത്താൽ ആസിം ഇബ്നു വഈൽ എന്ന് പറയുന്ന സത്യനിഷേധിയായ മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിശാം ഇബ്നു ആസിം, അദ്ദേഹത്തിന്റെ ഒരു മോൻ എന്ത് ചെയ്തു? 50 അടിമകളെ, മനുഷ്യരെ മോചിപ്പിച്ചു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി സംശയം ചോദിച്ചു. എന്താ സംശയം ചോദിച്ചത്? എന്റെ ഉപ്പ ഇങ്ങനെ എനിക്കൊരു വസീയത്ത് നൽകിയിട്ടുണ്ടായിരുന്നു, 100 അടിമകളെ മോചിപ്പിക്കണം. അതിന് എന്റെ ബ്രദർ ഹിശാം എന്ത് ചെയ്തു? അവൻ 50 പേരെ മോചിപ്പിച്ചു, 50 ആൾക്കാരെ മോചിപ്പിച്ചു, അടിമകളെ മോചിപ്പിച്ചു. ഇനി 50 ഞാൻ ചെയ്യാനുണ്ട്. ആ സമയത്ത്
ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഫഖാല അമാ അബൂക ഫലൗ കാന അഖ്റബു ബിത്തൗഹീദ്. നിങ്ങളുടെ ബാപ്പ തൗഹീദ് മനസ്സിലാക്കിയ ആളായിരുന്നു. ആ ആളായിരുന്നു എങ്കിൽ, തൗഹീദ് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിയായിരുന്നു എങ്കിൽ, നീ ഈ 50 അടിമകളെ മോചിപ്പിച്ചാൽ അദ്ദേഹത്തിന് കൂലി കിട്ടും. അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, അല്ലെങ്കിൽ യൂസ്ലെസ്, ഒരു പ്രയോജനമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അടിസ്ഥാനപരമായി നോക്കിയാൽ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടോ എങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. തൗഹീദ് ഇല്ല എങ്കിൽ മക്കള് ഉപ്പയുടെ പേരിലോ ഉമ്മയുടെ പേരിലോ കൊടുത്താൽ എന്തെങ്കിലും പ്രതിഫലമുണ്ടോ? ആസിഫ് ബായിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം അതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു, മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അതിലൊക്കെ തൗഹീദ് അടിസ്ഥാനപരമായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഭവനം, ഈ തൗഹീദിന്റെ ഈ സ്ഥാപനം ഇവിടെ വന്നപ്പോൾ നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ സഹോദരന്മാരെ, നമ്മുടെ പെണ്ണുങ്ങൾക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് ഇൽമ് ലഭിക്കാതെ എത്രയെത്ര സഹോദരിമാരെ കഷ്ടപ്പെടുന്നു. ഈ പൗരോഹിത്യത്തിന്റെ ഇടയിൽപ്പെട്ട്, ചൂഷണത്തിൽപ്പെട്ട് അവർ പറയുന്നത് ദീനായിട്ട് കൊണ്ടുപോവുക. നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാ മസ്ഊദ് റളിയല്ലാഹു അൻഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുന്ന വിഷയം മാത്രം അബ്ദുല്ലാ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശകലനം ചെയ്യുക. അബ്ദുല്ലാ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പ്രവാചകനെ കേൾപ്പിച്ചിട്ടുള്ള അബ്ദുല്ലാ മസ്ഊദ് റളിയല്ലാഹു. ഈ അബ്ദുല്ലാ മസ്ഊദ് റളിയല്ലാഹു നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുന്ന ആ ഉത്കൃഷ്ടമായ വചനം 89 പ്രാവശ്യമുണ്ട്. ഖുർആനിൽ എത്ര പ്രാവശ്യമുണ്ട്? 89 പ്രാവശ്യം. അതുപോലെ നമുക്ക് യാ അയ്യുഹന്നാസ്, യാ ആദമു, യാ നോഹ് അങ്ങനെയുള്ള വിളികളൊക്കെ കാണാം. ഇവിടെ വിശ്വാസികളെ എന്ന് വിളിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുന്ന ആ ഉത്കൃഷ്ടമായ വചനം എന്താ? 89 ടൈംസ് ഖുർആനിലുണ്ട്, 89 പ്രാവശ്യം. അതിൽ 48 പ്രാവശ്യം എന്താ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 48 പ്രാവശ്യം അംറുൻ സുരീഖ്, നന്മ കൽപ്പിക്കാനുള്ള വിഷയമാണ്. അതുപോലെ 28 സ്ഥലത്ത് നഹ്യുൻ ഫസീഖ്, വിരോധം ചെയ്യാനുള്ള കൽപ്പനയായിരിക്കും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന ആ വചനം കണ്ടാൽ, ഇദാ സമിഅതുല്ലാഹു യഖൂൽ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഅർഹ സംഅഹ ഫഇന്നഹു ഖൈറു, നിങ്ങൾ ആ വാക്ക് കേട്ടാൽ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ? അതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞ ആ ഉത്കൃഷ്ടമായ വാക്യത്തെക്കുറിച്ച് മാത്രം പറയുകയാണ്. അതിൽ ശ്രദ്ധിക്കണം നമ്മൾ. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ യഅ്മുറൂന ബി ഔ അല്ലെങ്കിലോ ശർറുൻ യൻഹാ അൻ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചതിന് ശേഷം നമ്മളത് വളരെ ശ്രദ്ധിക്കണം. അതിൽ ഒരു ഷർറ് ഉണ്ടായിരുന്നു. അല്ലാഹു പറഞ്ഞതിന് ശേഷം ഒരു ഷർറ് നമുക്ക് പറഞ്ഞു തരികയും. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖുൽ റിബ, കാരണം അവിടെ ഒരു വിരോധം വന്നു, ഒരു നന്മയും വന്നു, ഒരു വിരോധവും വന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സ്വഹാബത്ത് വിശകലനം ചെയ്ത് പഠിച്ചത്. അതുകൊണ്ട് നോമ്പിന്റെ വിഷയം, നോമ്പ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് നോമ്പെടുക്കാൻ സാധിച്ചു. അള്ളാഹു നമ്മളിൽ നിന്നുള്ള നോമ്പ് സ്വീകരിക്കുമാറാണ്. അതോടൊപ്പം തന്നെ തഖ്വയുടെ പാഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലാണ്. വേഷവിധാനങ്ങളിലും താടിയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാവും, തൗഹീദിന്റെ പ്രതിഫലനം ഉണ്ടാവും. പക്ഷെ ഒരാൾ വേഷം കാട്ടിച്ചുകൊണ്ട് ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. ഹാഗുന എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിലേക്കാണ് തഖ്വയുടെ വിഷയം കാട്ടിത്തന്നത്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന അമൽ അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാകണമെങ്കിൽ അവൻ തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തിയായിരിക്കണം. അവൻ തൗഹീദ് അടിസ്ഥാനപരമായി മനസ്സിലാക്കി
അവൻ പഠിച്ച് പ്രവർത്തിക്കുന്ന ആയിരിക്കണം. തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ തൗഹീദ് റുബൂബിയ, തൗഹീദ് ഉലൂഹിയ എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് എന്താ? തൗഹീദിനെ മൂന്നായിട്ട് വിഭജിച്ചതാരാ? ഇബ്നു തൈമിയ്യ. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ കിതാബ് തൗഹീദ് മനസ്സിലാക്കേണ്ട അവർ ഓതാത്തതിന്റെ കാര്യമല്ല. പുരോഗമന അല്ലെങ്കിൽ ബുദ്ധവാദിയായ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് തൗഹീദിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത്. ആൾക്കാര്, പാവപ്പെട്ട ആൾക്കാർ ഇപ്പോൾ അത് ചിന്തിച്ചിരിക്കും. അപ്പൊ ഒരു വ്യക്തി നമ്മൾ തൗഹീദ് പറയുമ്പോൾ ഒരു സാധാരണക്കാരുടെ അടുത്ത് എന്നിട്ട് തൗഹീദ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്താ? കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് മുമ്പ് എവിടെയുണ്ട്? ഇമാം ബുഖാരിയുടെ അധ്യായങ്ങൾ കൊടുക്കുമ്പോൾ എന്തുണ്ട്? ബാബുൽ കിതാബ് തൗഹീദ്, കിതാബ് തൗഹീദ്. ആ കിതാബ് തൗഹീദിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തൗഹീദിന്റെ ഇനങ്ങൾ വിശദീകരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ സാധാരണക്കാരോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പുതിയ എന്തോ ഒരു വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൗരോഹിത്യത്തിന്റെ ആൾക്കാർ നമ്മളെ എതിർക്കാൻ വരും. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ നോമ്പാണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടവരായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലാണ് ഈ തഖ്വയുടെ സ്ഥാനം. അല്ലാതെ ജനങ്ങളെ തരം താഴ്ത്തിക്കൊണ്ടോ ഏതുപോലെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരുന്ന സ്ഥലത്ത് നമുക്ക് കാണാം. ഈ തഖ്വയുടെ വിഷയം പറഞ്ഞ സ്ഥലത്ത് ആഹുന എന്ന് പറയുന്നതിന് മുമ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫലാ യർഫസു വലാ യഖഫു വലാ യജ്ഹൽ. തഖ്വയുടെ വിഷയം പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് നീ അന്യർക്ക് ശല്യം ഉണ്ടാക്കരുത്, ഡിസ്റ്റർബൻസ് ആക്കാൻ പാടില്ല. അതുപോലെ വലാ യജ്ഹൽ, നീ വിവരക്കേട് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലാ യഫ്സഖു, നീ നെറുകേട് കാണിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നീ നോമ്പെടുത്താൽ അവിടെ എന്തില്ല? അവിടെ തഖ്വ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി. നിങ്ങളൊന്ന് ആലോചിച്ച്, നമുക്ക് നമ്മുടെ ഈ ശരീരം കൊണ്ട് നമുക്ക് നോമ്പെടുക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഈ ജസദിനെ അല്ലാഹു ആഫിയത്ത് നൽകുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി, അല്ലാഹുമ്മ ആഫിനി ഫീ സഅഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്താ? കലിമത്ത് തൗഹീദാണ് പറയുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നോമ്പിന്റെ ഈ സാഹചര്യത്തിൽ പ്രാർത്ഥനകൾ പറയുന്നതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത, എല്ലാം തൗഹീദിനോട് ബന്ധപ്പെട്ട്. ഈ പ്രാർത്ഥന ഇത്രയും പറഞ്ഞതിന് ശേഷം എന്റെ സമ്മിലിന്റെ കേൾവിക്ക് ശക്തി തരണം, എന്റെ കാഴ്ചക്ക് ശക്തി തരണം എന്ന് പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത വിട്ടുകളഞ്ഞാലോ അതെന്തായി മാറും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി മാറും. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അല്ലാഹുവിന്റെ ഈ ഭവനം ഓരോ സുന്നത്തുകൾ നിലനിർത്താനാണ്. നിങ്ങൾ അടുത്ത പള്ളിയിൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നിസ്കരിച്ച ചരിത്രം ഒന്ന് ആലോചിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ സൂറത്ത് സജദ, സൂറത്തുൽ ഇൻസാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓതി നിസ്കരിച്ച ചരിത്രമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. പല സഹോദരന്മാർക്കും എപ്പോഴാണ് സൂറത്ത് സജദ ഓതേണ്ടത്, സൂറത്ത് ഇൻസാൻ എപ്പോഴാണ് ഓതേണ്ടത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓതേണ്ട ആ സുന്നത്ത് പോലും അറിയാതെ എത്രയോ പാവങ്ങളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ യഥാർത്ഥ സുന്നത്ത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ തഖ്വ എന്ന് പറയുന്ന വിഷയം ഒരു മനുഷ്യന് നേടിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള അവന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് അത് മാറ്റപ്പെടും, കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിലെ
നമ്മൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു അവന്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇങ്ങനെ പ്രവർത്തിക്കും. അതുപോലൊരു സംഭവമാണ് സ്വീഡനിൽ നടന്നത്. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ ഫ്രീഡമുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ഒരു വ്യക്തി വന്നിട്ട് അനൗൺസ്മെന്റ് ചെയ്തു, അതാ നിങ്ങളുടെ ഈ ഖുർആൻ ഞാനിവിടെ കത്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കണം, തഖ്വയുടെ വിഷയമാണ്. അങ്ങനെ ജനങ്ങളെ ഒരു ഏരിയയിലേക്ക് കൂട്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്, ഇയാൾ ഈ ഖുർആൻ കത്തിക്കുമോ? അദ്ദേഹം ഇങ്ങനെ ജനങ്ങളെല്ലാവരും കൂടിയപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ത് ചെയ്തു, ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന ഒരു മുസ്ലിം സഹോദരൻ, ശരിക്കും മനസ്സിലാക്കാം, സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്തായിരിക്കും? ഇത് കണ്ടു നിന്ന മുസ്ലിം സഹോദരൻ അവൻ ഉടനെ തൗറാത്തും കൊണ്ടുവന്നു, ഇഞ്ചീലും കൊണ്ടുവന്നു. എന്നിട്ടൊരു ആയത്ത് നസ്സലൽ കിതാബ ബിഹൽകി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വൻസലത് തൗറാത്ത വൽ ഇഞ്ചീൽ എന്ന ആയത്ത്. നീ പരിശുദ്ധ ഖുർആൻ കത്തിച്ചതുപോലെ ഞങ്ങൾക്ക് ഈ ഇഞ്ചീലും തൗറാത്തും കത്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? ഇത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഇതേ വിഷയങ്ങൾ മുൻ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ മുൻ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നീ കത്തിച്ച പോലെ ഞാൻ ഈ ഗ്രന്ഥങ്ങളെ കത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ ഇഞ്ചീലും തൗറാത്തിനെയും അവൻ വളരെ ഭക്തിയോടുകൂടി അതിനെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾക്കൊരു മാതൃക, അതാണ് തഖ്വ എന്ന് പറയുന്നത്. അവന്റെ ഹൃദയത്തിൽ എന്നാലും തോന്നിയത് എന്തുകൊണ്ടാ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യും. ഈ ഇബാദത്തുകൾ ചെയ്ത് പരലോകത്ത് ചെല്ലുമ്പോൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകും. എന്തുകൊണ്ടാ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോലീസിലേക്ക് ഒരു കേസ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് ഇട്ട് ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, എന്തായിരിക്കും? നമ്മൾ ഭയപ്പെടും. ഇതങ്ങനെയല്ല. ലോകത്തിന്റെ നേതാവായ നബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കണം. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനെ പറ്റിയ കംപ്ലൈന്റ്? തമിഴ്നാട്ടുകാരന്റെ കുത്തുബിയത്തിന്റെ വീട്ടിൽ നടത്താത്തതിന്റെ പേരിലല്ല, തമിഴന്മാരുണ്ടാക്കി വെച്ച മാലയും മൗലൂദും വീട്ടിലുണ്ടാക്കാത്തതിന്റെ പേരിലല്ല, സ്വലാത്ത് വാർഷികം വരുമ്പോൾ അവിടെ ചെല്ലാത്തതിന്റെ പേരിലല്ല. ലോകത്തിന്റെ നേതാവ് പറയുന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. പക്ഷെ ഈ കംപ്ലൈന്റ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, യാ റബ്ബേ, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, അല്ലാഹുവേ എന്റെ പ്രപഞ്ച സൃഷ്ടാവായ നാഥാ, ഇന്ന ഖൗമി, എന്റെ ജനത, എന്റെ സ്വന്തം ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ പരിശുദ്ധമായ ഖുർആനെ അവർ അവഗണിച്ചു കഴിഞ്ഞു, അവർ മാറ്റിവെച്ചു കഴിഞ്ഞു. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, നമ്മുടെ ഉപ്പമാരുണ്ടല്ലോ, നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ, നമ്മുടെ മക്കളുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ അതിന് മെനക്കെട്ടില്ല എങ്കിൽ, നമ്മുടെ ജീവിതം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ചില്ല എങ്കിൽ, ലോകത്തിന്റെ നേതാവിന്റെ ആ പരാതിയിൽ നമ്മൾ പെട്ടുപോയല്ലോ എന്ന് നമ്മൾ വിശ്വാസികൾ ചിന്തിക്കണം. ഈ നോമ്പിന്റെ സമയം നമ്മൾ ചിന്തിക്കണം. To whom the complaint? ആരുടെ കംപ്ലൈന്റ്? അല്ലാഹ്. What about the complaint? എന്തിനെ കുറിച്ച് കംപ്ലൈന്റ്? ഖുർആനെ കുറിച്ച് കംപ്ലൈന്റ്. ശരിക്കും മനസ്സിലാക്കണം. Who complaint? ആരാ കംപ്ലൈന്റ് കൊടുക്കുന്നത്? ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കംപ്ലൈന്റ് പറയുന്നത്. നമ്മുടെ അടുത്തുള്ള പള്ളികളിലെങ്കിലും അവർ ഈ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിനെ എതിരാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ കംപ്ലൈന്റിൽ, പ്രവാചകൻ കൊടുക്കുന്ന പരാതിയിൽ അവർ വിട്ടുപോവുകയില്ലേ? അപ്പോൾ നമ്മളെ എത്രത്തോളം അല്ലാഹു അനുഗ്രഹിച്ചു ഈ പള്ളിയുടെ കാര്യത്തിലും ഖുർആൻ പഠനത്തിന്റെ കാര്യത്തിലും എന്ന് നിങ്ങൾ ആലോചിക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അനുഗ്രഹമാക്കപ്പെട്ട ഈ മാസത്തിൽ
നമ്മളെ പരിശുദ്ധ ഖുർആന്റെ പഠനത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് ഖുർആൻ അറിയാവുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ഈ ആണുങ്ങൾക്ക് എങ്ങനെയും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് നമ്മുടെ പള്ളിയിലെ റൂമില് സൗകര്യമായ രീതിയിൽ സ്ത്രീകൾക്ക് ഖുർആനിന്റെ ക്ലാസ് അവർ തന്നെ എടുക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം, അവരെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ടുകൊണ്ട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് നമ്മുടെ ഈ പള്ളിയുടെ വൃത്തിയിന് വേണ്ടി നമ്മുടെ നാട്ടുകാരില്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ പടുത്തുയർത്തിയവർക്ക് വേണ്ടി. അതുപോലെ ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പടുത്തുയർത്തവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പള്ളിയോട് സഹകരിച്ചിരിക്കണം. നമ്മുടെ ഈ തഖ്വ ഹാർട്ടിനാണെന്ന് പറഞ്ഞ പോലെ അത് വർദ്ധിക്കാനുള്ള ഒരു മാർഗമാണ്. അള്ളാഹുവിന്റെ ഗൗരവമായിട്ട് നമ്മുടെ ഹൃദയം ബന്ധിപ്പിക്കുക. ഏത് സമയം നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരണം. അവിടെ ഉസ്താദ് ഉണ്ടാകും. ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ചോദിച്ച് പഠിക്കണം. അതായിരിക്കണം, അങ്ങനെയുള്ള ഇൽമായിരിക്കണം നമുക്ക് വിനയം ഉണ്ടാകുന്നത്. അല്ലാതെ ഏതെങ്കിലും 5 വർഷത്തേക്ക് പോയി പുറത്ത് 10 വർഷത്തേക്ക് പോയി പഠിച്ചിട്ട് ഞാൻ ഇൽമുണ്ടാക്കി, അതല്ല. അവിടെ നമുക്ക് അബ്ദുല്ലാ മുബാറക്കിന്റെ ചരിത്രം, ഇൽമിന്റെ കൂടെ നമുക്ക് വേണ്ടത് അടവാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സത്യവിശ്വാസികളിൽ നോമ്പെടുക്കുകയും അതുപോലെ തന്നെ നോമ്പ് ആരോഗ്യത്തോടു കൂടി എടുക്കുവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اهدنا على الكتاب والسنه وامتنا على الايمان والتوبه. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.